ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു SajuS TastelanD. എല്ലാവർക്കും SajuS TastelanDിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് നല്ലൊരു റെസിപ്പി നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇത് നമുക്കറിയാലോ, നോമ്പിൻ്റെയൊക്കെ സമയമാണ്. ആ ഒരു സമയത്ത് നമുക്ക് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഒരു ഈവനിങ് സ്നാക്ക് ആയിട്ട്, അതുപോലെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എന്ന് വേണമെങ്കിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 1.25 കപ്പ് വെള്ളം എടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് ഒന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ തിളപ്പിച്ചെടുക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക മാത്രം ചെയ്യാം. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടി എടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചായിട്ട് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ആദ്യം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഒരു വെള്ളം എല്ലായിടത്തും എത്തുന്നത് പോലെ നമ്മളതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ എല്ലാ വെള്ളം കൂടെ ഒരുമിച്ച് ഒഴിക്കേണ്ട. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് നമ്മൾ ഇതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മുഴുവൻ വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2 കപ്പ് ഗോതമ്പ് പൊടിക്ക് 1.25 കപ്പ് വെള്ളം, അതല്ലെങ്കിൽ ഒരു 1.5 കപ്പ് വെള്ളം, ഇത്രയും നമുക്ക് ആവശ്യമായിട്ട് വരുള്ളൂ. അത് ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്ക് ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതേപോലെ അങ്ങോട്ട് ആക്കിയെടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ കൈ വെച്ചിട്ട് നല്ലപോലെ അങ്ങോട്ട് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് കുഴച്ചെടുക്കുമ്പോൾ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന രീതിയിൽ അത്രയ്ക്ക് അങ്ങോട്ട് സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ചെടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമുക്കിതിലുള്ള ആ ഒരു വെള്ളമൊക്കെ എല്ലായിടത്തും നിന്നായി നമുക്കൊന്ന് കുറച്ചൊരു പെർഫെക്റ്റ് ആയ രീതിയിൽ നമുക്കിത് കിട്ടണം. അത്രയേ ആവശ്യമുള്ളൂ. അല്ലാതെ നമുക്കിത് ഒരുപാട് അങ്ങോട്ട് പ്രസ് ചെയ്ത് കുഴക്കുക അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും ആവശ്യമായിട്ടില്ല കേട്ടോ, ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇതേപോലെ അങ്ങോട്ട് കുഴച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് കുറച്ച് ഓയിൽ, ഒരു 1/2 സ്പൂണൊക്കെ ഓയിൽ അതിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയ രീതിയിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് അത് കുഴച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ആ ഒരു വെള്ളം നല്ല കറക്റ്റായിട്ടുള്ള വെള്ളമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു മാവും നല്ല പെർഫെക്റ്റ് ആയ രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയ രീതിയിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ അങ്ങോട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്കിത് ഒരു വളരെ കുറച്ച് സമയം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അതിന് വേണ്ടുന്ന മസാലകളൊക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാറുണ്ട്. അപ്പോൾ ആ സമയം മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഞാനൊരു ചെറിയ ബൗള് ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പം ബോൺലെസ് ചിക്കൻ എടുക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്. അതാണ് ഒന്നുകൂടി നല്ല ടേസ്റ്റും ഒക്കെ ഉണ്ടാവുക. അത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വളരെ കുറച്ച് മാത്രം വെള്ളം നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു വിസിലൊക്കെ ഒന്ന് അടുപ്പിച്ചെടുക്കാം കേട്ടോ. ഒരു വിസിൽ തന്നെ മതിയാവും, 1-2 വിസിൽ അത് തന്നെ മതിയാവും. നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഞാനിവിടെ വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം ഇഞ്ചി നന്നായിട്ട് ചതച്ചെടുത്തതാണ് ഞാൻ ചേർക്കണം കേട്ടോ. അപ്പോൾ പേസ്റ്റായിട്ട് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. അതേ അളവിൽ തന്നെ വെളുത്തുള്ളി നല്ലപോലെ ഇങ്ങോട്ട് ചതച്ച് എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നമുക്കിതിലേക്ക് ചേർത്തിട്ട് അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതേപോലെ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് സവോള, 2 സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ അങ്ങോട്ട് ഇളക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഈ സവോള നന്നായിട്ട് അങ്ങോട്ട് സോഫ്റ്റ് ആയിട്ട് നല്ലൊരു ഇതിൽ വരണം കേട്ടോ. അപ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ ആയി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലപോലെ അങ്ങോട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ സവാള പെട്ടെന്ന് അങ്ങോട്ട് വഴന്ന് നല്ലൊരു സോഫ്റ്റ് ആയിട്ട് വരാനായിട്ട് തുടങ്ങും കേട്ടോ. അതൊരു ടിപ്പൊക്കെയാണ്. അപ്പോൾ അറിയാത്തവർക്ക് അത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ആദ്യം തന്നെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക എന്നുള്ളത് ചെറിയൊരു ടിപ്പാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു ക്യാരറ്റ് ഇതുപോലെ അരിഞ്ഞത് എടുക്കാം കേട്ടോ. അപ്പോൾ കനം കുറച്ച് അരിയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പെട്ടെന്ന് വെന്ത് കിട്ടാനും ഒക്കെ അതാണ് നല്ലത്. അപ്പോൾ നമ്മൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി എടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി, അതും ഇതേപോലെ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ കനം കുറച്ചായിട്ടാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് 2 പച്ചമുളക് ഇതുപോലെ അങ്ങോട്ട് കീറിയിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരണം. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇതുപോലെ അങ്ങോട്ട് ഇങ്ങനെ അങ്ങനെ പിച്ചി എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ അതിനേക്കാട്ടിലും ഒന്നുകൂടി നല്ലത് ഇതേപോലെ ഇങ്ങനെ എടുക്കുന്നതാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനെല്ലാം അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സ് ഇവിടെ നല്ലപോലെ അങ്ങോട്ട് ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി, 1 ടീസ്പൂണ് ഗരം മസാല, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ അങ്ങോട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ ഈ പൊടികൾ ചേർക്കുമ്പോൾ ഫ്ലെയിം കുറച്ചൊന്ന് താഴ്ത്തി വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മുടെ ഈ പൊടികളൊന്നും കരിഞ്ഞു പോവാതെ നല്ല പെർഫെക്റ്റായ രീതിയിൽ നല്ലൊരു ഇതിൽ നമുക്ക് കിട്ടും കേട്ടോ. എന്നിട്ട് അതൊന്ന് അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി
തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ചിക്കൻ്റെ ആ ഒരു ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. അപ്പോൾ ഉപ്പ് നമ്മൾ നേരത്തെ സവോള വഴറ്റിയപ്പോഴും അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ വേവിച്ചപ്പോഴും ഒക്കെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ആ ഒരു മസാലയും കാര്യങ്ങളെല്ലാം അതിലേക്ക് നമ്മുടെ ചിക്കനിലേക്കൊക്കെ നന്നായിട്ട് വരണം. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ഇളക്കിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് ഗ്രീൻ ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് സോയാ സോസ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ടൊമാറ്റോ സോസ് നമുക്ക് 1 ടീസ്പൂണോളം നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ ഈ റെസിപ്പിക്ക് ഈ ഒരു മസാലയ്ക്ക് ഒരു പ്രത്യേക ഫ്ലേവറും ടേസ്റ്റും എല്ലാം തരുന്നതാണ് ഈ സോസുകൾ എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഈ സോസുകൾ ചേർക്കുന്നത് ഇഷ്ടമില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി മസാല തയ്യാറാക്കിയെടുത്താലും വളരെ ടേസ്റ്റാണ്. പക്ഷേ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റാണ് കേട്ടോ. ആ ഒരു മസാലയ്ക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതേപോലെ അങ്ങോട്ട് മൂടി വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കാം. ആ ഒരു മസാലയിലേക്ക് എല്ലാം ഒന്ന് ആവുന്നതുവരെ മാത്രം നമുക്ക് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ അങ്ങോട്ട് ആയിട്ടുണ്ട്. ആ ഒരു ഫ്ലേവറൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഏറ്റവും അവസാനമായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ആഫ്രിക്കൻ മല്ലിയാണ് എടുത്തിരിക്കുന്നത്. ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു മാവ് നല്ലപോലെ അങ്ങോട്ട് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ അങ്ങോട്ട് നീട്ടിയെടുക്കുകയാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ നമുക്കത് ബോൾസ് ആക്കി എടുക്കാനും വളരെ എളുപ്പമായിരിക്കും കേട്ടോ. ഇനി നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ ഒരേ ഒരു വലുപ്പത്തിലൊക്കെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ചപ്പാത്തിക്ക് എടുക്കുന്ന ആ ഒരു വലുപ്പത്തിലൊന്നും നമുക്ക് ആവശ്യമായിട്ടില്ല. ചെറിയ ഒരു പൂരിയുടെ വലുപ്പത്തിലൊക്കെ, പൂരിയിലും കുറച്ചും കൂടി ഒരു വലുപ്പത്തിലൊക്കെയാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കണേ കേട്ടോ. അപ്പോൾ ഇതേപോലെ കൈവെള്ളയിൽ വെച്ചിട്ട് ഓരോ ബോളും ഇതുപോലെ ഇങ്ങോട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പരത്തിയെടുക്കാനും എളുപ്പമാണ്. ഇനി നമുക്ക് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തി പലകയിലേക്ക് നമുക്ക് കുറച്ച് ഗോതമ്പ് പൊടി ഒന്ന് വിതറിയിട്ട് കൊടുക്കാം. എന്നിട്ട് ആ പൊടിയിൽ നമ്മുടെ ഈ ഒരു ബോള് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ പരത്തിയെടുക്കാനാണെന്നുണ്ടെങ്കിലും വളരെ സിമ്പിളാണ്. നമ്മുടെ മാവ് നല്ല സോഫ്റ്റാണ്. നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്തിട്ടാണ് നമ്മളിത് കുഴച്ച് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് വളരെ സിമ്പിളായ രീതിയിൽ നമുക്കിത് പരത്തിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ അത്രയ്ക്ക് അങ്ങോട്ട് വലുതായിട്ട് പരത്തേണ്ട കാര്യമില്ല. ഈ ഒരു വലുപ്പത്തിലാണ് പരത്തിയെടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ ആ ഒരു തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ചിക്കൻ്റെ മിക്സ് അത് നമുക്ക് ഇങ്ങനെ ഇതുപോലെ കുറച്ച് സൈഡിലായിട്ട് നമുക്ക് വെക്കാം. അതിനുശേഷം നമുക്ക് വേണ്ടത് ചീസാണ് കേട്ടോ. അപ്പോൾ ഒരു ചീസിൽ നിന്ന് ഞാനൊരു പകുതി ഭാഗം മാത്രമാണ് ഇതിലേക്ക് എടുക്കുന്നത്. അത്രേ വേണ്ടൂ. അതാണ് ഒരു കറക്റ്റായ ടേസ്റ്റിൽ നമുക്ക് കിട്ടുക കേട്ടോ. ഒരുപാട് നമുക്ക് ആവശ്യമില്ല. ഈ ഒരു രീതിയിൽ ചെറിയൊരു പീസ് മാത്രം നമുക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഈ 2 സൈഡും ഇതേപോലെ അങ്ങോട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ചിക്കൻ്റെ ആ ഒരു ചീസിൻ്റെ ആ ഒരു മിക്സ് ഒന്നും നമ്മൾ പുറത്തേക്ക് പോകാൻ പാടില്ല. ആ ഒരു രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ രീതിയിൽ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കുക. 1-2 പ്രാവശ്യമായിട്ട് ഇതുപോലെ അങ്ങോട്ട് റോൾ ചെയ്തെടുക്കുക. ഇത്രയേ ആവശ്യമുള്ളൂ. നമ്മൾ പരത്തിയെടുക്കാനാണെന്നുണ്ടെങ്കിലൊക്കെ ഇതുപോലെ ചെയ്യാനാണെങ്കിലൊക്കെ വളരെ സിമ്പിളാണ്. അപ്പോൾ ഈ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 മുട്ട ഒരു പാത്രത്തിലേക്കൊന്ന് പൊട്ടിച്ചൊഴിക്കാം കേട്ടോ. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതങ്ങോട്ട് നമുക്ക് പതപ്പിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാനൊരു പരന്ന പാത്രത്തിലാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. കുറച്ചൊരു പരന്ന പാത്രത്തിൽ എടുക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത് കേട്ടോ. നല്ലപോലെ അങ്ങോട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഇനി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ബ്രെഡാണ് കേട്ടോ. ഇത് നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കൊരു ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ അങ്ങോട്ട് പൊട്ടിച്ച് ചെറിയ പീസായിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ ഒന്ന് എന്താ പറയുക ഒരു 2-3 പ്രാവശ്യമായിട്ടൊന്ന് വിപ്പ് ചെയ്തെടുത്തിട്ട് നമുക്ക് ക്രംസ് ഉണ്ടാക്കാം. ഇനി ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ അവിടെ ഇരുന്ന് ചൂടാവട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഈ ഒരു റോള് നമുക്ക് മുട്ടയുടെ ആ ഒരു ഇതിൽ മുക്കിയിട്ട് നമ്മുടെ ആ ഒരു ബ്രെഡ് ക്രംസിൽ നല്ലപോലെ അങ്ങോട്ട് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊന്ന് പ്രസ് ചെയ്തിട്ട് ഇതേപോലെ ചെയ്തിട്ട് കുറച്ചൊന്ന് പ്രസ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബ്രെഡിൻ്റെ അതൊക്കെ അതിൽ നല്ലപോലെ അങ്ങോട്ട് പിടിച്ചിരിക്കും കേട്ടോ. എന്നിട്ട് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു കുഴിയുള്ള ഒരു പാത്രമാണ് നമ്മൾ ഫ്രൈ ചെയ്യാൻ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ മാത്രം നമുക്ക് എടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ 2 സൈഡും നല്ലപോലെ തിരിച്ചു മറിച്ച് വിട്ടിട്ട് നല്ലൊരു കളറാവുന്ന വരെ ഇതുപോലെ നല്ല കളറാവുന്ന വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ അതിൽ എണ്ണയിലൊക്കെ കുറച്ച് ബ്രെഡ് ക്രംസ് ഒക്കെ ചാടി കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് കോരി മാറ്റിയിട്ട് കൂടുതലാവുമ്പോൾ നമുക്കത് കോരി മാറ്റിയിട്ട് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്. അല്ലെങ്കിൽ നമ്മൾ പിന്നീട് ചെയ്യുന്നതെല്ലാം ഒരുപാട് അങ്ങോട്ട് എന്താ പറയുക ഓവറായിട്ട് ഇതായിട്ട് വരും കേട്ടോ.
അപ്പോൾ ഞാനെല്ലാം അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ ഇത്. ഇപ്പോൾ നമുക്ക് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ചായക്ക് 4 മണി ചായക്ക്, അതല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ, നോമ്പ് തുറക്കുന്ന സമയത്ത് ആ ഒരു സമയത്തായിട്ടോ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ അതിലുള്ള ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് തരുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കാനും ഒന്നും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പം ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും. ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ, താങ്ക് യു, ബൈ.